അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് HR ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. എസ്പെഷ്യലി നമ്മുടെ സ്റ്റുഡൻസ് പല കമ്പനീസിൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പല കമ്പനീസിലെ പല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഏത് HR സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോഴ്സുകളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പല HR സോഫ്റ്റ്വെയർസുകളും പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ ഓർഗനൈസേഷൻ്റെയും റിക്വയർമെന്റ് അനുസരിച്ചുള്ള സോഫ്റ്റ്വെയറുകളിലേക്ക് പോകണം. ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചേഴ്സ് നോക്കി പോകുന്നതിന് പകരം നമ്മൾ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു HR ആപ്ലിക്കേഷൻസിന് നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, തരംതിരിക്കാം. നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. HRIS, HRMS, NHCMS. HRIS എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ അതിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള HR ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഈ HRISകൾ വരുന്നത്. അറ്റൻഡൻസ് മാനേജ്മെന്റ്, എംപ്ലോയി ഡാറ്റ മാനേജ്മെന്റ്, പേറോൾ മാനേജ്മെന്റ് പോലുള്ള അല്ലെങ്കിൽ റോസ്റ്റർ മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു HRISൽ ഒട്ടുമിക്ക നമ്മൾ ഒരു കമ്പനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള HR ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് ഇത്തരം ആപ്ലിക്കേഷൻസിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് HRMS എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റംസ്. അപ്പം അതിൽ നമ്മുടെ ഈ HRISനേക്കാളും കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റിഗാർഡിങ് റിക്രൂട്ട്മെന്റ്, ഓൺ ബോർഡിങ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അത്തരം ആപ്ലിക്കേഷൻസിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരുന്ന നമ്മുടെ ഈ വർക്ക് ഫോഴ്സ് പ്ലാനിങ്, സക്സഷൻ പ്ലാനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് HCMസിലാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പം നമ്മുടെ ഓർഗനൈസേഷന് എന്തൊക്കെയാണോ ആവശ്യമായിട്ട് വരുന്ന അത്തരം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കൊരു സ്മോൾ മീഡിയം ലെവൽ കമ്പനീസിനൊക്കെ എല്ലാം തന്നെ നമ്മൾ HRISകൾ ഇനഫ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റിക്രൂട്ട്മെന്റിനും അതുപോലെ ഓൺ ബോർഡിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് അഡീഷണൽ എക്സ്റ്റേണൽ പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ല, നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ ഫോർ HRMS.